നെക്സ്റ്റ് ടോപ്പിക്ക് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി ഫ്ലോ ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ് എനർജി ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ് കണ്ടു ഒരു ഫുഡ് ചെയിനിൽ. സോ വാട്ട് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു ദ നെക്സ്റ്റ് ഇൻ എ ഫുഡ് ചെയിൻ. ഒരുപാട് കാര്യങ്ങൾ എനർജി, അതിലൊന്നാണ് എനർജി ഈസ് നീഡഡ് ഫോർ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ദ ബോഡി, റൈറ്റ്? വാട്ട് ഈസ് സോഴ്സ് ഓഫ് എനർജി ഫോർ ലിവിങ് ഓർഗാനിസത്തിൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മളുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് എനർജിയാണ്. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്നും ആ എനർജി യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സ് അത് അബ്സോർബ് ചെയ്ത് ലൈറ്റിനെ, സോളാർ എനർജി എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണല്ലോ, അതിനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും ത്രൂ ദ പ്രോസസ് ഫോട്ടോസിന്തസിസ്. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ട് പരിചയപ്പെട്ട ഒരു കാര്യമാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ അവിടെ എന്താണ്? ലൈറ്റ് എനർജീനെ, സോളാർ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസിൽ നമ്മുടെ എനർജീൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 10% ലോ എന്നൊക്കെ പറയും എനർജി ഫ്ലോൻ്റെ കേസിൽ. അത് നമുക്ക് ഇനി ഹയർ സ്റ്റഡീസിലൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. 10% ലോ, അതായത് ഇപ്പോൾ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോപ്പിക് ലെവലിലൊക്കെ 10% ഓഫ് എനർജിയെ പോവുള്ളൂ. ഓക്കെ, ബാക്കി ലോസ് ആവും. ഹീറ്റ് ലോസ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. എ പാർട്ട് ഓഫ് ദ അവൈലബിൾ എനർജി ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാഡി ഉണ്ടാക്കിയ, അതായത് ഏതൊരു പ്ലാന്റും, വെദർ ഇറ്റ് ഈസ് എ ക്രോപ്പ് ഓർ ട്രീസ്, ആരായാലും അവർ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയ ഫുഡ് അത് എങ്ങോട്ട് വരും? ആ കെമിക്കൽ എനർജിയാണ് റാറ്റ് കഴിക്കുമ്പോൾ റാറ്റിലോട്ട് പോകുന്നത്. സോ പ്ലാന്റ്സ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു കെമിക്കൽ എനർജി. എ സ്മോൾ പോർഷൻ ഓഫ് ദ സോളാർ എനർജി സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ഈസ് യൂസ്ഡ് ബൈ ഹെർബിവോർസ് ഫോർ ദെയർ ലൈഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ ഈ റാറ്റിന് അല്ലെങ്കിൽ ഹെർബിവോഴ്സിന് അവർക്കൊരു എനർജി കിട്ടും. ഇനി a portion of the energy collected by the herbivores is used by carnivores for their life activity. അപ്പോൾ ഫസ്റ്റ് ട്രോപ്പിക് ലെവലിൽ നിന്ന് സെക്കൻഡ് ട്രോപ്പിക് ലെവലിലോട്ട് എത്തിയപ്പോൾ ആ പ്ലാന്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള കുറച്ച് എനർജി അത് റാറ്റിലോട്ട് പോയി. ഇനി റാറ്റിനെ ഈഗിൾ കഴിക്കുന്ന സമയത്ത് റാറ്റ് സ്റ്റോർ ചെയ്തിരുന്ന എനർജിയിൽ ഒരു പോർഷൻ ആർക്ക് പോയി? ഈഗിളിന് പോയി. അങ്ങനെയാണ്. അതാണ് 10% ആണ് പ്ലാന്റിൽ നിന്ന് റാറ്റിലോട്ട് പോവുക, അതിൻ്റെ 10% ആണ് ഈഗിളിലോട്ട് പോവാം. ഓക്കെ, പിന്നെ എനർജി ലോസും അവിടെ വരുന്നുണ്ട്. നമ്മളുടെ മെയിൻ എനർജി, അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആരാണ്? സൺലൈറ്റ് ആണ്. ഓക്കെ, സോളാർ എനർജി. ഈ സൂര്യനില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഫോട്ടോസിന്തസിസ് നടത്തും? ഓക്കെ, സോ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ഈസ് ലൈറ്റ് എനർജി, സോളാർ എനർജി. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു കെമിക്കൽ എനർജി ത്രൂ ഫോട്ടോസിന്തസിസ്. Energy is transferred from one tropic level to next. A portion of energy is lost as heat energy at each transfer. ഇതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്. അതെന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ എനർജി ഇല്ലേ, പ്രൊഡ്യൂസേഴ്സ് സോളാർ എനർജി യൂസ് ചെയ്തിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അതിനെ കെമിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ഹെർബിവോർസ് പ്ലാന്റ്സിനെ കഴിക്കുമ്പോൾ എനർജി അവർക്ക് പാസ് ചെയ്യും, ബട്ട് ഫുൾ എനർജിയും പാസ് ചെയ്യില്ല. 10% ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലോസ് ഉണ്ട്, ബട്ട് നമുക്ക് അത്ര ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. അപ്പോൾ ഒരു 10% ആണ് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? എനർജി ഓരോ ട്രോപ്പിക് ലെവലിലും എനർജി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആ പാസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് എനർജിയും പാസ് ചെയ്ത് പോവില്ല. എന്ത് ചെയ്യും? ഹീറ്റ് എനർജി ആയിട്ടത് ഓരോ ലെവലിലും ഹീറ്റ് എനർജി ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. ഓക്കെ, എനർജി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു നെക്സ്റ്റ്. എ പോർഷൻ ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ആസ് ഹീറ്റ് എനർജി അറ്റ് ഈച്ച് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ കുറച്ച് ഹീറ്റ് എനർജി ആയിട്ടും ലോസ് ചെയ്യുന്നുണ്ട്. എനർജി ട്രാൻസ്ഫർ എപ്പോഴും എന്താണോ? യൂണിഡയറക്ഷണലാണ്. അതായത് ഫ്ലോ ഇൻ വൺ ഡിറക്ഷൻ ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. എപ്പോഴും പ്രൊഡ്യൂസറിന് കൺസ്യൂമേഴ്സ്, അതായത് ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ, സെക്കൻഡ് ട്രോപ്പിക് ലെവൽ, തേർഡ്, അങ്ങനെ എനർജി പോവുള്ളൂ. അല്ലാതെ ബാക്ക്വേർഡായിട്ടോ ഒന്നും പോവില്ല. ഇറ്റ്സ് എ യൂണിഡയറക്ഷണൽ എനർജി ട്രാൻസ്ഫർ. ഓക്കെ, ഇനി മാറ്റർ ഫ്ലോ ചെയ്യുന്നുണ്ടോ? വേരിയസ് സബ്സ്റ്റൻസ്
ആൻഡ് എലമെന്റ്സ് ലൈക്ക് കാർബൺ ആർ നീഡഡ് ഫോർ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ലിവിങ് ബീങ്സ്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ഇതൊക്കെ നമ്മളുടെ സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ വളരണമെങ്കിൽ ഇവരെല്ലാവരും വേണം. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഫ്ലോ ഓഫ് മാറ്റർ അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കാർബൺ സൈക്കിളാണ്. ഓക്കെ, എങ്ങനെയാണ് കാർബൺ സൈക്കിൾ, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, സോ കാർബൺ സൈക്കിൾ. ഓക്കെ, കാർബൺ സൈക്കിൾ അതായത് നമ്മളുടെ ഈ ലിവിങ് ഓർഗാനിസംസ് അല്ലേ, അതെല്ലാതും അവരുടേതിലുള്ളത് ഓർഗാനിക് മാറ്റേഴ്സ് ആണ്, ഓർഗാനിക് കോമ്പൗണ്ട്സ്. മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ലിവിങ് ഓർഗാനിസം ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമുക്കറിയാം കാർബൺ, ഹൈഡ്രോജൻ ഒക്കെ കൂടുമ്പോഴാണ് അതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആവുന്നത്. അപ്പോൾ അതിലെ മെയിൻ കോമ്പൗണ്ട് ആര് തന്നെയാണ്? കാർബൺ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ശരീരത്തിലും ഈച്ച് ആൻഡ് എവറി ലിവിങ് ഓർഗാനിസം അവിടെ എന്തുണ്ട്? കാർബണിൻ്റെ പ്രസൻസ് ഉണ്ട്. സോ ഹൗ ഈസ് കാർബൺ സൈക്കിൾഡ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് ഇൻ എക്കോസിസ്റ്റം? എങ്ങനെയാണ് നമ്മളുടെ ഡിഫറെൻറ്റ് ഫോമിൽ നമ്മുടെ കാർബൺ സൈക്കിൾ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കാർബൺ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ എങ്ങനെയാണ് നിൽക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ്, CO2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ അറ്റ്മോസ്ഫിയറിക് കാർബൺ ആര് വലിച്ചെടുക്കുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഫോട്ടോസിന്തസിസ് നടത്തും. നമുക്കറിയാം ഫോട്ടോസിന്തസിസിൽ എന്താ ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജൻ പുറത്ത് കൊടുക്കുന്നു. അതല്ലേ ആ ഒരു വാതക വിനിമയം, ഗേഷ്യസ് എക്സ്ചേഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സൺലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, യെസ് അതൊക്കെ ഉണ്ട്. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് ഉള്ളിലോട്ട് എടുത്തിട്ട് അത് യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. അതാണല്ലോ ഫോട്ടോസിന്തസിസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ റെസ്പിറേഷൻ? റെസ്പിറേഷൻ്റെ സമയത്ത്, ശ്വസനം, റെസ്പിറേഷൻ സമയത്ത് എന്താ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോടും ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കും. പ്ലാന്റ്സും ആനിമൽസും റെസ്പിറേഷൻ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഫോട്ടോസിന്തസിസിൽ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പ്ലാന്റ്സ് വലിച്ചെടുക്കും. പക്ഷേ റെസ്പിറേഷൻ്റെ സമയത്ത് പ്ലാന്റ്സും ആനിമൽസും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു സൈക്കിളായേ. പിന്നെയോ ഈ പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും ഡീക്കേയും ചെയ്തിട്ട് ഫോസിൽ ഫ്യൂവൽ ഉണ്ടാവില്ലേ? ആ ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ ചെയ്യുന്ന സമയത്തും എന്താ ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡും തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെയാണ് പോകുന്നത്. വീണ്ടും അത് പ്ലാന്റ്സ് വലിച്ചെടുക്കും. പിന്നെ പ്ലാന്റ്സ് ഡീക്കേ ചെയ്യുന്ന സമയത്ത് അത് ഫോസിലായിട്ട് മാറും. അതേപോലെ റെസ്പിറേഷൻ്റെ സമയത്തും കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ കൊടുക്കും. അങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് അത് പോകുന്നത്. മനസ്സിലായോ? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് കാർബൺ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഫോമാറ്റിലാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സ് യൂസ് ചെയ്യും. എന്തിനാ? അഗെയിൻ ഫോട്ടോസിന്തസിസ്. മിസ്സേ ഇത് നീ പറയണ്ട, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ടാവില്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യും. എന്നിട്ട് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടേൺസ് ടു അറ്റ്മോസ്ഫിയർ ത്രൂ റെസ്പിറേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ വഴി എന്ത് ചെയ്യും? നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് റിട്ടേൺ ചെയ്യും. അതേപോലെ കമ്പഷൻ, നമ്മൾ കത്തിക്കുമ്പോഴും ഫോസിൽ ഫ്യൂവൽസ് ആയാലൊക്കെ നമ്മൾ കത്തിക്കുന്ന സമയത്തും കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ബ്രീത്തിങ്ങിലൂടെയും കമ്പഷനിലൂടെയൊക്കെ തിരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കൊടുക്കുന്നു. എല്ലാ ലിവിങ് ഓർഗാനിസംസും റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുക ചെയ്യാം. ഈവൻ പ്ലാന്റ്സും. സോ അതും കമ്പഷനും. അപ്പം എന്ത് ചെയ്യും? നമ്മൾ എടുത്ത കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് നമ്മൾ കൊടുത്തു. കമ്പഷൻ ആൻഡ് ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് നമ്മളോട് ഇപ്പോൾ കത്തിക്കാനൊന്നും പാടില്ല എന്ന് പറയുന്നത്. നമ്മൾ ഓവറായിട്ട് കത്തിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഹെൽപ്സ് മെയിൻറ്റെയിൻ കാർബൺ ബാലൻസ്. അപ്പോൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ത് ചെയ്യും? കാർബൺ ബാലൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ മെറ്റീരിയൽ, ഇപ്പോൾ കാർബൺ സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേറെ മെറ്റീരിയൽസിൻ്റെ സൈക്കിളാണ് വാട്ടർ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ. ഇങ്ങനത്തെ കുറേ സൈക്കിൾസും ഉണ്ട് കേട്ടോ. നമുക്ക് ആകെ കാർബൺ സൈക്കിളേ പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ ഡീകമ്പോസേഴ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദ ഫ്ലോ ഓഫ് മാറ്റർ. ഈ മാറ്റർ ഫ്ലോ ചെയ്യുന്ന സമയത്ത് കാർബൺ ആയാലും എന്തായാലും അതിൽ ഡീകമ്പോസേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡീകമ്പോസേഴ്സ് ഇല്ലെങ്കിൽ അവിടെ അക്യുമുലേഷൻ ഓഫ് വേസ്റ്റസ് ഉണ്ടാവും, ന്യൂട്രിയൻ സൈക്കിൾ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവും, ഡിക്രീസ്ഡ് സോയിൽ ഫെർട്ടിലിറ്റി ഉണ്ടാവും, ബയോഡൈവേഴ്സിറ്റി ഡിക്ലൈൻ ഉണ്ടാവും.
നൈട്രജൻ സൈക്കിളും ഒക്കെ നടക്കുമ്പോൾ ഈ ഡീകമ്പോസേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡെഡ് മാറ്റേഴ്സ് എന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ സോയിൽ ഡിസോൾവ് ചെയ്യുന്നത് ഈ ഡീകമ്പോസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, സെറ്റല്ലേ? ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതി. ബയോഡൈവേഴ്സിറ്റി സൂപ്പറാണ്, ബയോഡൈവേഴ്സിറ്റി അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ബയോഡൈവേഴ്സിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ആരുമില്ല, നമ്മൾ തന്നെ അതിനൊക്കെ കാരണം. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ കാരണം ബയോഡൈവേഴ്സിറ്റി ഇസ് ഡിക്രീസിങ് ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ നമ്മളിപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നു ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ എങ്ങനെയാണ് അതിനെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ഡിപ്ലീഷന് കാരണമാവുന്നതെന്നോ? ഹാബിറ്റാറ്റ് ലോസ് ഉണ്ടാവും, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും, സോയിൽ ഇറേഷനൊക്കെ നമ്മൾ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ അതൊക്കെ നോട്ട് ചെയ്യുമല്ലോ അല്ലേ? നിങ്ങളായിട്ട് ഒന്നും നശിപ്പിക്കാൻ നിൽക്കരുത്. നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന പോലെ നിങ്ങളാണ് അടുത്ത തലമുറ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊക്കെ മൈൻഡിൽ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ദെൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേഴ്സ് അതായത് പല ജീവികളും ത്രട്ടൺ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ജീവികളൊക്കെ ഇപ്പോൾ നമ്മുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ലീവ് ചെയ്ത സമയത്തുള്ള പല ജീവികളും ഇന്ന് കാണാനില്ല. ഓക്കെ, ഈ എൻഡേഞ്ചേർഡ് അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് ആരെയാ? നിങ്ങൾക്ക് ആരെയാ വന്നത്? എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ ഡൈനസോർ. യെസ്, ഡൈനസോർ ഉണ്ടായിരുന്നു, ഡൈനസോർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിന്ന് നമ്മളെപ്പോഴും ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് അല്ലേ? എൻഡേഞ്ചേർഡ് എന്നോ എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ കേൾക്കുന്നത് തന്നെ. എൻഡേഞ്ചേർഡ് പോട്ടെ, എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ള വേർഡ്, അതായത് അതങ്ങനെ വംശനാശം വന്നു പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ആരെയാ? ഡൈനസോഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ട്. അതായത് ഇവർ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടില്ല, പക്ഷേ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാൻ നിൽക്കുന്നവരാണ്. Okay, endangered species. Many species such as hornbill, purple frog, lion-tailed macaque, star tortoise, Nilgiri thar face threat and become rare. അപ്പോൾ അവരിങ്ങനെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പേർപ്പിൾ ഫ്രോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ഡ്വെല്ലിംഗ് സ്പീഷീസ്. ഈ പേർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ മഹാബലി ഫ്രോഗ് ഒരു അണ്ടർഗ്രൗണ്ട് ഡ്വെല്ലിംഗ് സ്പീഷീസ് ദാറ്റ് ഈസ് റെഫർഡ് ടു ആസ് എ ലിവിംഗ് ഫോസിൽ ബിക്കോസ് it has undergone very little evolutionary change since the time of dinosaurs. അപ്പോൾ ഈ പേർപ്പിൾ ഫ്രോഗ് അല്ലെങ്കിൽ മഹാബലി ഫ്രോഗ് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഫോസിലാണ്. അതെന്താ മിസ് ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ ഇവർ ഡൈനോസറിൻ്റെ കാലം തൊട്ടേ ഉള്ളവരാണ്. പക്ഷേ ഇവർക്ക് എവല്യൂഷണറി വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ എവല്യൂഷണറി ചേഞ്ച് വന്നതാരാ? പാക്കസിറ്റസ് എന്ന് പറയുന്ന ഫ്രോഗ് അല്ലെ ഫോക്സ് പോലെയുള്ള ഒരു സംഭവം, ഒരു കുറുക്കൻ്റെ പോലെയൊക്കെ ഉള്ള പാക്കസിറ്റസ് നീലത്തിമിംഗലായി എവല്യൂഷണറി ചേഞ്ചാണത്. ഓക്കെ, എന്തൊരു വലിയ മാറ്റമാണ്. അതേപോലെ ഈ പാമ്പുകളൊക്കെ ഒരു കാലത്ത് ലിസാർഡിൻ്റെ ഒക്കെ പോലെ ആയിരുന്നു, ഈ ഓന്തിൻ്റെ ഒക്കെ പോലെ കാലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അതിങ്ങനെ എവല്യൂഷൻ നടന്ന പാമ്പ് പോലെയൊക്കെ ആയത്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുരങ്ങൻ പോലെയുള്ള ചിമ്പാൻസി അല്ല, ഏപ്പ് ലൈക്ക് ആൾക്കാരിൽ നിന്നല്ലേ നമ്മൾ മനുഷ്യന്മാർ വന്നത്. അപ്പോൾ ഈ മഹാബലി ഫ്രോഗില്ലേ, പേർപ്പിൾ ഫ്രോഗ്, ഇവർ ലിവിങ് ഫോസിലാണ്. കാരണം ഇവർ അന്ന് തൊട്ട് ഇന്ന് വരെ വലിയ മാറ്റമില്ലാതെ തുടരുന്നവരാണ്. ദാറ്റ് ഇസ് വൈ ദേ ആർ കോൾഡ് ലിവിങ് ഫോസിൽ. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ എപ്പോഴും ന്യൂസ് കാണും, ആന നാട്ടിൽ വന്നു, വീട്ടിലെ സാധനങ്ങളൊക്കെ കേടുവരുത്തി, പുലി ഇറങ്ങി എന്നൊക്കെ. ഈ വൈൽഡ് ലൈഫ് ആനിമൽസ് ഇല്ലേ, ലൈക്ക് എലഫൻറ്റ്, ടൈഗർ enter human settlement due to habitat loss and resource scarcity, intensify summer heat. ഇതൊക്കെ കാരണമാണ് വൈൽഡ് ലൈഫ് ആനിമൽസ് നമ്മളുടെ നാട്ടിലോട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കടുവയായാലും നമ്മൾ കാടുകളൊക്കെ കുറേ കുറഞ്ഞു പോയി, അതേപോലെ അവരുടെ ഹാബിറ്റാറ്റ് ലോസായി, റിസോഴ്സ് സ്കേഴ്സിറ്റി, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് അവിടെ ഇല്ല, സമ്മർ ഹീറ്റ്, ഭയങ്കര ചൂട് കൂടുന്ന സമയത്തൊക്കെ ഇവർ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ഇറങ്ങി വരും. Okay, solution include creating special sanctuaries and using AI technology to drive animals back to the forest. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ന്യൂസിൽ കാണാം, കടുവ, പുലി, ആന ഇവരൊക്കെ മനുഷ്യന് ഒരുപാട് ഹാംഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെ കൊല്ലുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ? നമുക്കൊന്നെങ്കിൽ AI ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇവരെ ബാക്ക് ടു ഫോറസ്റ്റിലോട്ട് തന്നെ പറഞ്ഞയക്കാം, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സാങ്ച്വറീസ് ക്രിയേറ്റ് ചെയ്യാം.
ഇതിലൊന്നാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ഓരോ ടേമുകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിക്കാനേ ഉള്ളൂ കേട്ടോ, കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകണ്ട. പിന്നെ റെഡ് ഡാറ്റ ബുക്ക്, ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? റെഡ് ഡാറ്റ ബുക്ക് ഇത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് റെഡ് ഡാറ്റ ബുക്ക്. ഓക്കെ, ഇതിലെന്താ ഉള്ളതെന്നോ, കണ്ടെയ്ൻ ഇൻഫർമേഷൻസ് അബൌട്ട് ദ റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതായത് ഈ ഭീഷണി നേരിട്ട് ത്രട്ടുള്ളതും വംശനാശം വന്നു പോയതും വളരെ റെയർ ആയിട്ടുള്ളതും ഒക്കെയുള്ള ആനിമൽസിൻ്റെ ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. അത് നമ്മുടെ ഒരു സ്റ്റേറ്റിലോ കൺട്രിയിലോ ഒക്കെ ഓരോ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു റെഡ് ഡാറ്റ ബുക്ക് ഉണ്ടാവും, അതിലുണ്ടാവും ഇന്ത്യയിൽ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെയർ ആയിട്ടുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ഇവരുടെയൊക്കെ ഡാറ്റ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, സോ നമുക്ക് എന്താണ് ഇവരെ കൺസർവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. സോ എക്സാമ്പിൾ ആരൊക്കെയാണെന്നോ, ഗാൻജസ് ഷാർക്ക്, മലബാർ സെവത്ത് കാറ്റ്, കശ്മീരി സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട് സ്പൈഡർ ആർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആനിമൽസ് ഇൻ ഇന്ത്യ. ഇവരൊക്കെ എക്സ്റ്റിങ്ക്റ്റിന് നല്ല ത്രട്ട് ഫീൽ ചെയ്യുന്ന ആനിമൽസാണ്. അതിൻ്റെ എക്സാമ്പിൾസും പിക്ചർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടല്ലോ. ലാസ്റ്റ് ടോപ്പിക്കിൽ വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ഓക്കെ, എന്തിനാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി എത്രയും വാസ്റ്റാണ്, യുണീക്കാണ് എന്നുള്ളതൊക്കെ. സോ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് നെസസിറ്റി ഈസ് ബയോഡൈവേഴ്സിറ്റി പ്രൊവൈഡ്സ് ഫുഡ്, മെഡിസിൻസ് ആൻഡ് ഈസ് എസെൻഷ്യൽ ഫോർ പ്രോസസ് ലൈക്ക് പോളിനേഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ക്ലീൻ എയർ. സോ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ അല്ലേ, കാരണം ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. WWF, IUCN, കേരള സ്റ്റേറ്റ്, കേരളത്തിൻ്റെയും CSE ഇതൊക്കെ ഉണ്ട്. ഇതെന്താ? WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതാണ് WWF. IUCN നമ്മൾ പറഞ്ഞു, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ. പിന്നെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, CSE സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ്, ഇന്ത്യയിലുള്ളതാണ്. സോ പ്ലാന്റ്സ് ആൻഡ് നേച്ചർ ആർ റിസർവോയർ ഓഫ് മെഡിസിൻസ് ആൻഡ് ഓൾ പ്ലാന്റ്സ് ഡിസേർവ് പ്രൊട്ടക്ഷൻ. യെസ്, ഈ ഭൂമി നമ്മളുടെ മാത്രമല്ല, എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. സോ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓക്കെ, സോ ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 2 രീതിയിലാണ് നമ്മൾ നടത്തിപ്പോരുന്നത്. ഒന്ന് ഇൻസിറ്റീവ് കൺസർവേഷനും, 2 എക്സിറ്റീവ് കൺസർവേഷനും. ഇൻസിറ്റീവ് എന്താണ് അതിൻ്റെ അർത്ഥം? പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചുറൽ ഹാബിറ്റാറ്റ് ആൻഡ് സ്പീഷീസ് ലിവിങ് ഇൻ ദം. ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് എന്താവുന്നത്? അത് ഇൻസിറ്റീവ് കൺസർവേഷൻ ആവുന്നത്. ഈ നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതായത് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റിനെ അങ്ങനെ തന്നെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഒരു കാട്, അപ്പോൾ ആ കാടിനെ നമ്മൾ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് കോൾഡ് ഇൻസിറ്റീവ് കൺസർവേഷൻ. നാഷണൽ പാർക്ക്, ഇരവികുളം സൈലന്റ് വാലി നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാറിലുള്ള, അതേപോലെ തന്നെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി, കമ്മ്യൂണിറ്റി റിസർവ്സ് കടലുണ്ടി, എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്. ഇതിലൊക്കെ സ്പീഷീസ് അവരുടെ ഒറിജിനൽ ലൊക്കേഷനിൽ തന്നെയാവും. എന്നാൽ എക്സിറ്റീവ് കൺസർവേഷനിൽ ഡിഫറൻസ് ഉണ്ട്. അവിടെ പ്രൊട്ടക്ഷൻ ഓഫ് അറ്റ് റിസ്ക് സ്പീഷീസ് ബൈ ക്രിയേറ്റിംഗ് എ സിമിലർ ഹാബിറ്റാറ്റ് ഔട്ട്സൈഡ് ദെയർ നാച്ചുറൽ എൻവയോൺമെൻറ്റ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. അതായത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ത്രട്ടനൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ റിസ്കിലുള്ള ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അവരുടെ നാച്ചുറൽ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവെക്കും അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. സോ ദാറ്റ് ഈസ് കോൾഡ് എക്സിറ്റീവ് കൺസർവേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മളെപ്പോഴും കാണുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ, ജീൻ ബാങ്ക്, അക്വേറിയം. ഇതൊക്കെ എന്താണ്? അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് അവരെ കൊണ്ടുവന്നിട്ട് നാച്ചുറൽ ഹാബിറ്റാറ്റ് പോലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൺട്രോൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അറ്റ് റിസ്ക് സ്പീഷീസ്, റിസ്കിലുള്ള സ്പീഷീസിനാണ് കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് യു ഹാവ്
മോർ ഇൻഫർമേഷൻ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.